ബീഹാർ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പട്നയിൽ നിന്ന്. ബൽറാം, നിതീഷ് കുമാറിന്റെ ചുവടുമാറ്റം, നിതീഷ് കുമാറിന്റെ കാലുമാറ്റം ബീഹാറിൽ എന്തൊക്കെ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തെ ഇത് ബാധിച്ചിരിക്കുന്നത്? ഇപ്പോൾ മറുതന്ത്രം പയറ്റാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണല്ലോ RJD. എന്തൊക്കെയാണ് പട്നയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തർനാടകങ്ങൾ? ഗോപികൃഷ്ണൻ, പട്നയിൽ NDA സർക്കാർ രൂപീകരണത്തിന് ശേഷം NDA തങ്ങളുടെ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 10-ലേറെ അംഗങ്ങളാണ് സ്പീക്കർ അവധ് ബിഹാരി ചൌധരിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം തുടർ നീക്കങ്ങൾ, സഭയിൽ വിശ്വാസം തെളിയിക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് ഈ നിലവിലുള്ള RJD അംഗം സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടത് NDAക്ക് ആവശ്യമാണ്. അതേസമയം അതൊരു അവസരമാക്കി പ്രയോജനപ്പെടുത്താം എന്ന കണക്കുകൂട്ടൽ RJDക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭയിലേക്ക് എത്തുമ്പോൾ കാണാം എന്നുള്ള ഒരു വെല്ലുവിളി RJD കേന്ദ്രങ്ങൾ നടത്തുന്നതും. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് എല്ലാ പാർട്ടികളുടെയും വിശദീകരിക്കുന്നതും അനുസരിച്ച് NDA സർക്കാരിന് കൃത്യമായി തന്നെ ഭൂരിപക്ഷം സഭയിൽ ഉണ്ടാകും, തെളിയിക്കാൻ കഴിയും എന്ന് ഉറപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളിലേക്ക് രണ്ട് വിഭാഗവും കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ എന്ന BJPയുടെ ലക്ഷ്യം, അതായത് 400 സീറ്റുകൾക്ക് മുകളിൽ എത്തണമെങ്കിൽ 40 സീറ്റുകളുള്ള ബീഹാറിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന് തന്നെയാണ് JDUവുമായി കാലങ്ങളായുള്ള വൈരം മറന്നുകൊണ്ട് ഒന്നിക്കാൻ തീരുമാനിച്ചതും. അതേസമയം JDU കോൺഗ്രസ് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇതിന് തടയിടുക എന്നുള്ളതാണ്. അതിനായി കണക്ക് കൂട്ടുന്നത് ജാതി സമവാക്യങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സഖ്യ രൂപീകരണം എന്നുള്ളതാണ്. JDU വിട്ടുപോയെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ബീഹാറിലെ ഈ ജാതി സമവാക്യം, വോട്ട് സമവാക്യങ്ങൾ അനുസരിച്ച് യാദവ മുസ്ലിം വോട്ടുകൾ ചേർന്നാൽ 31% മുകളിൽ വരും. 40% മുകളിലേക്ക് ഇത്തരത്തിൽ ഒരു വോട്ട് തങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ BJP JDU സഖ്യത്തെ പാടെ തകർത്ത് കളയാം എന്ന കണക്കുകൂട്ടൽ മഹാസഖ്യത്തിന് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഉണ്ട്. അതിനാവശ്യമായ രീതിയിൽ മറ്റ് പ്രാദേശിക പാർട്ടികളെ, പ്രധാനമായും ഉപേന്ദ്ര കുശാവഹ, ഒപ്പം തന്നെ HAM, ജിതൻ റാം മഞ്ചിയുടെ HAM, VIP തുടങ്ങിയ പാർട്ടികളെ കൂടെ ചേർത്ത് ഈ വിഭാഗങ്ങൾ, അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങളുടെ 4-3% വോട്ടുകൾ കൂടി ചേരുമ്പോൾ 40%ത്തിലേക്ക് എത്തിക്കാമെന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുണ്ട്. അതിനായുള്ള ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. മാഞ്ചി കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചെങ്കിലും പ്രധാനമന്ത്രിയോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. എങ്കിൽ പോലും ഇതിനായുള്ള ശ്രമങ്ങൾ തുടർന്നും നടത്താനും ആവശ്യമെങ്കിൽ മറ്റ് പുതിയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികളെ ചേർത്ത് പിടിക്കാനുമുള്ള നീക്കത്തിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് രണ്ട് വിഭാഗവും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ചിത്രം. ഗോപികൃഷ്ണൻ.